കുറച്ച് മുന്നേ വീടിനകത്തേക്ക് വരെ വെള്ളം കയറി തുടങ്ങിയായിരുന്നു. കിച്ചണിൽ വെള്ളമായി, ഇപ്പോൾ ഹാളിലേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു. ഒരു മീൻകറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി കഴിച്ചിട്ട് ഇന്നലെ കിടന്നുറങ്ങിയവരാണ്. ഇത് തയ്യാറാക്കിയ സുമതി എന്ന ഈ വീട്ടിലെ ഗൃഹനാഥ മരിച്ചുപോയി എന്നുള്ള ദുഃഖ വാർത്തയാണ്. വീണ്ടും മഴ കനക്കുകയാണ്. ഒരുപാട് ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദയവ് ചെയ്ത് ആളുകൾ ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. ഈ ഉയർന്ന കുന്നിൻ പ്രദേശത്തിന് താഴെയുള്ള വീടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഉയർന്ന കുന്നിൻ പ്രദേശത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് കൃത്യമായിട്ട് ഗവൺമെൻറ് തരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി നിൽക്കരുത്. ഗവൺമെൻറ് അവിടെ നിന്ന് മാറാൻ പറയുന്ന ആ നിമിഷം തന്നെ മാറുക. കാലാവസ്ഥ റിപ്പോർട്ട് ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് മൊബൈൽ ഫോണിലേക്ക് ഓരോ മിനിറ്റിലും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മഴക്കും സാധ്യത പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അത് കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തമാശയായിട്ടാണ് കണ്ടിരുന്നത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. ഇന്ന് അങ്ങനെയല്ല. മണിക്കൂറിൽ ഇത്ര വേഗതയിൽ കാറ്റ് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മെസ്സേജുകൾ വരാറുണ്ട്. കൃത്യമായിട്ടത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും വീട് നഷ്ടപ്പെട്ടു, പല ആളുകൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും ഒക്കെ മറന്നുകൊണ്ട് മനുഷ്യനായിട്ട് മനുഷ്യനെ ചേർത്ത് വെക്കുന്നു. ജീവജാലങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ ഒക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എന്നും ഇങ്ങനെ ആയിക്കൂടെ നമുക്ക് എന്ന് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ട ഈ ഒരു വാർത്തയുടെ ഒരു കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. മീൻകറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി കഴിച്ചിട്ട് ഇന്നലെ കിടന്നുറങ്ങിയവരാണ്. ഇത് തയ്യാറാക്കിയ സുമതി എന്ന ഈ വീട്ടിലെ ഗൃഹനാഥ മരിച്ചുപോയി എന്നുള്ള ദുഃഖ വാർത്തയാണ്. ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഏറെ ഞെട്ടലാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ച് സമാധാനത്തോടെ മകനും കൊടുത്ത് ഭർത്താവിനും കൊടുത്തതിന് ശേഷം ഉറങ്ങിയതാണ്. ആ ഒരു കണ്ണീർ കാഴ്ചയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അടുക്കള കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടവും ഒക്കെ നമുക്ക് ഉണ്ടായി. റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് പോലും അത്രമാത്രം സങ്കടം അയാളുടെ കണ്ണിൽ അത് കാണാനുണ്ട് എന്നുള്ളതാണ്. ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ കൈത്തോടുകൾ അത് വൃത്തിയാക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. വയൽ ശേഖരങ്ങൾ നികത്തുന്നത് പൂർണ്ണമായും തടയാൻ എല്ലാ ജനങ്ങളും ഒരുപോലെ തന്നെ മുന്നോട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ പുഴയിൽ നിന്നും മണലെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പാസുകൾ അനുവദിക്കുക. പുഴയിൽ നിന്നുള്ള മണലെടുപ്പ് നിന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എത്ര പെട്ടെന്നാണ് ഓരോ സ്ഥലത്തേക്കും വെള്ളം കയറുന്നത്. ഈരാറ്റുപേട്ട, പത്തനംതിട്ടയിലെ പല സ്ഥലങ്ങളും, കരുനാഗപ്പള്ളി, കാസർഗോഡ് അടക്കം വെള്ളപ്പൊക്കം വന്നു. ഇപ്പം എൻ്റെ വീട് തീരദേശ പ്രദേശമാണ്. പൊന്നാനി പ്രദേശത്തോട് ചേർന്നിട്ടുള്ളതാണ്, കടലിനോട് ചേർന്നിട്ടുള്ളതാണ്, കായലിനോട് ചേർന്നതാണ്, പുഴയോട് ചേർന്നതാണ്. വയൽ ശേഖരങ്ങളിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. അവിടെയൊക്കെ വെള്ളം പെട്ടെന്ന് കയറാനുള്ള സാധ്യതകൾ ഏറെയാണ്. പൊന്നാനി ഭാഗത്തൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്, പലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എല്ലാവരും മാറുക. ഇനി ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കുറച്ച് മുന്നേ വീടിനകത്തേക്ക് വരെ വെള്ളം കയറി തുടങ്ങിയായിരുന്നു. കിച്ചണിൽ വെള്ളമായി, ഇപ്പോൾ ഹാളിലേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു, ഒരു ബെഡ്റൂമിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പറ്റുന്ന രീതിയിലുള്ളതെല്ലാം ചെയ്തു വെച്ച് ഇപ്പോൾ ഒരു ചെറിയൊരാശ്വാസം. അതായത് എവിടേക്കോ ഇപ്പോഴും ഉരുള് പൊട്ടുന്നു എന്നൊക്കെ വാർത്ത കാണുന്നുണ്ട്. പക്ഷേ ചെറിയൊരാശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ആ പില്ലറയിൽ അത്രയും വെള്ളം താന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്ററോളം വെള്ളം താന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വെള്ളം താഴാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ. തന്നെയല്ല, മൊത്തം പാമ്പുകൾ വന്നുകൊണ്ടിരിക്കുക. പാമ്പുകൾ മാത്രമല്ല, ഒട്ടുമിക്ക ഇഴജന്തുക്കൾ മൊത്തം വന്ന് വീടിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. എന്തോ ചെയ്യാനാന്ന് പറയാൻ നോക്കിയാണ്. ഇനി ഈ ലെവലിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. വീടിനകത്തേക്ക് ബാക്കി വെള്ളം കയറത്തില്ല, ഇറങ്ങിപ്പോക്കോളും. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് മഴ പെയ്യുകയോ ഒരു ഉരുളൂടെ പൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടു. പ്രാർത്ഥിക്കുക. വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഈ അവസ്ഥ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുഖത്ത് തന്നെ ഉണ്ട് ആ നിസ്സഹായകമായിട്ടുള്ള അവസ്ഥ. ഒരു മഴ പെയ്താൽ, ഇനി ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ
വീട് പൂർണ്ണമായിട്ടും നിലംപതിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ പറയും ഇത് വി ഡി സതീശൻ ഉണ്ടാക്കിയതല്ലല്ലോ, ഇത് പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ലല്ലോ എന്നുള്ളതൊക്കെ. സത്യത്തിൽ ഭരണകൂടം എല്ലാത്തിനും കാരണക്കാരാണെന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഇവരെ വിജയിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങളിലോ കൊണ്ട് ഇരുത്തുന്നത്? നമുക്ക് വേണ്ടി പണിയെടുക്കാനാണ്. എന്ത് പണിയാണ് എടുക്കേണ്ടത്? ഈ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഒരുപാട് തോടുകൾ, കൈത്തോടുകൾ, കുളങ്ങൾ, അങ്ങനെ പലതും നികത്തപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ സർവേ നടത്തി അതിൻ്റെ എല്ലാ പഠനങ്ങളും നടത്തി എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വയൽ ശേഖരങ്ങൾ നിരന്തരമായി നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷേ അതിനൊന്നും സമയമില്ല. ഇവിടെ വി ഡി സതീശനെ കുറ്റം പറയാൻ പാടില്ല, പിണറായി വിജയനെ കുറ്റം പറയാൻ പാടില്ല. ആ തിട്ടൂരമൊക്കെ രണ്ടാക്കി മടക്കി അങ്ങ് മാറ്റി വെച്ചേക്കണം. ഇവിടെ നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരെയും മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന വേലക്കാർ മാത്രമാണ് ഇവർ. ഇപ്പോൾ വി ഡി സതീശൻ അമ്മായച്ചനെ കാണാനെങ്ങാനും ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് പോയി എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു എന്നുള്ളതാണ്. ഭരണകർത്താക്കന്മാരെ നമ്മൾ കുറ്റം പറയും, പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ദുരന്തമുണ്ടായ ഓരോ പ്രദേശത്തെയും പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രസിഡന്റ്, MLA, മന്ത്രി, മുഖ്യമന്ത്രി നമ്മൾ പറയും, നമ്മൾ പറയണം. കാരണം ഈ നാടിനെ സേവിക്കാനാണ് നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുള്ളത്, അല്ലാതെ ഈ നാടിനെ ഒന്നടങ്കം അങ്ങ് സേവിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ പറയണം. നമ്മൾ പൗരന്മാരാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരു മഴയത്താണ്, ഇതേപോലെ ഒരു പേമാരിയിലാണ് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. 2 തവണയാണ് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും സാധ്യതകൾ ഏറെയാണ്. പലയിടങ്ങളിൽ അങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാറി മാറി ഇങ്ങനെ വെള്ളപ്പൊക്കം വരുന്നു, ഉരുൾപൊട്ടൽ വരുന്നു, മനുഷ്യന്മാർ മരിക്കുന്നു, മണ്ണിനടിയിൽ പോകുന്നു, വീട് നിലംപരിശാകുന്നു, വാഹനങ്ങൾ നശിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള സഹജീവികളായിട്ടുള്ള നായയും പട്ടിയും കുറുക്കനും ഒക്കെ ചത്തു മലന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അസമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ, വലിയ ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കമാണ്. അതുപോലെ കേരളത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കണം. കേരളത്തിൽ ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10-15 വർഷത്തിനിടയിലാണ് ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമാഫിയ തന്നെയാണ് ഒന്നാമത്തെ കാരണം. ആ മണലെടുക്കാനുള്ള സംവിധാനം ഏതെങ്കിലും സർക്കാർ ഒന്ന് எலக்ட்ரிக்கல் பொருள்லாம் இருக்கா ஒன்றும் செய்ய முடியாதுண்ணா, எல்லாம் வேஸ்ட் ஆகும். உள்ள வாங்க தண்ணி எல்லாம் நான் என்னைக்கா இந்த மாதிரி பார்த்துருக்கேன். ഇത് കേരളത്തിൽ നിന്നുള്ള വീഡിയോ അല്ല. പക്ഷേ ഓരോ കടയുടെ മുകളിൽ വരെ വെള്ളം എത്തി, വീടിൻ്റെ 1-ാം നില വരെ വെള്ളം എത്തി, ഉള്ളു വെള്ളത്തിനടിയിലായിട്ടുണ്ട്. എല്ലായിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുക, എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവാതിരിക്കില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2019-18 കാലഘട്ടത്തിൽ വലിയൊരു പ്രളയം ഉണ്ടാവുന്നു. അതിനുശേഷം എല്ലാ വർഷവും അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റൊരു വീഡിയോ, ഇത് കാസർഗോഡുള്ളതാട്ടോ. ഉരുൾപൊട്ടി അത് ശക്തമായിട്ട് മണ്ണും ജലവും ഒക്കെ ഒരുമിച്ച് ഒലിച്ചു പോകുന്നതാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ചെയ്യുക. മാറുവാൻ പറഞ്ഞാൽ മാറുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇപ്പോൾ സ്വർണവും മറ്റുള്ള വീടിൻ്റെ ആധാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സേഫാക്കി കയ്യിൽ വെച്ച് ഉടനെ തന്നെ മക്കളും അമ്മയും എല്ലാവരും ചേർന്നുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറുക. ഇപ്പോൾ പല സേഫ് സോണിൽ ഇരുന്നിട്ട് പല ആളുകൾ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും എന്നുള്ളത്. ചില ആളുകളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ അതൊക്കെ അവർ ആസ്വദിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവരുടെ വീട്ടിൽ നടക്കാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയില്ല അത് ചെയ്യുക. അല്ലാതെ ഇമോജികൾ ഇട്ടിരുന്ന് അത് ആഘോഷിക്കരുത്. അത്ര എനിക്ക് പറയുന്നുള്ളൂ. ചിലപ്പോൾ ചില ആളുകളുടെ വിരലൊക്കെ തട്ടിയിട്ടുള്ള ഇമോജികൾ അതും വരുന്നുണ്ടാവുക. എന്നാൽ പോലും അത് കാണുമ്പോൾ സങ്കടം തോന്നും. അതുകൊണ്ട് പറയുകയാണ്, നമുക്കൊരു വീടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ചിലവുണ്ട്. ഒരു വീടുണ്ടാക്കാൻ ചിലപ്പോൾ ആയുസിൻ്റെ പകുതി 3/4 ഭാഗം പോലും ചിലവഴിക്കേണ്ട അവസ്ഥയാണ്. അത്രമാത്രം ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിക്കാൻ. അങ്ങനെ ഒരു വീടുണ്ടാക്കി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മണ്ണും വെള്ളവും കയറി അത് നിലംപരിശായി പോകുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ്, എല്ലാവർക്കും വീട് കിട്ടിയോ? എല്ലാവർക്കും വീട് കിട്ടിയിട്ടില്ല. പല ആളുകളും ഇപ്പോൾ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. ലോൺ കിട്ടുന്നുണ്ടോ? പല ആളുകൾക്കും ലോണും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ, നമുക്ക് അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. നമുക്ക് ഇൻഫർമേഷൻ ജെനുവിനായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യുക. ഇനി ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് ഒരു കുടുംബത്തെയൊക്കെ തോളിൽ ഏറ്റിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നങ്ങ് സഹായിക്കാം. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു, മഴ കൂടിക്കൊണ്ടിരിക്കുന്നു. സേഫായിട്ടിരിക്കുക. വേറെ ഒന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.